ലോകകപ്പ് ഫുട്ബോള് അതിൻ്റെ ആവേശപ്പോരിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ആവേശവും ആഘോഷവും ഒക്കെ നമ്മൾ മലപ്പുറത്താണ് നടക്കുന്നത്. നമ്മളുള്ളത് വാഴക്കാടാണ്. വാഴക്കാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും എത്തുന്നത് പല പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് നമ്മുടെ സുബൈർ ഖാൻ്റെ തന്നെയാണ്. സുബൈർ ഖാൻ അർജൻറ്റീനയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അംബാസിഡറാണ്. അതോടൊപ്പം തന്നെ യൂസുഫ് അല്ലേ, മുസുകുട്ടിയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പഴയകാലത്ത് ഒരു ഫുട്ബോൾ ആരാധകനാണ്. കളി വിലയിരുത്തലേറണം. ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റ് ടീമുകളുടെയൊക്കെ ഫുട്ബോൾ ആരാധകരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്നലത്തെ കളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സുബൈർ ഖാൻ, എങ്ങനെയാണ് അർജന്റീനയുടെ ജയം? ഇന്നലെ ജയം നൂൽപ്പാലത്തിൽ രക്ഷപ്പെടുന്നത്. ആഫ്രിക്കയിൽ നിന്ന് പിന്നെ ഖബർദാറിന് ആഫ്രിക്കൻ രാജ്യമായിട്ട് അർജന്റീന ഓലായിട്ട് അന്താരാഷ്ട്ര മത്സരം വല്ലാതെ കളിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ ടീമായാലും ബ്രസീലായാലും ബ്രിട്ടനായാലും അവിടെ പോർച്ചുഗൽ അർജന്റീന ഒരുപാട് അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടുണ്ട്. അവിടെ ബുബിസ്റ്റാൻ എന്ന് പറഞ്ഞ പോലെ ഇതിലെ ഖബർദാറിൻ്റെ കോച്ച്. അപ്പോൾ ഈ ആഫ്രിക്കൻ ടീം ഇപ്പോൾ സ്പെയിനിൽ തിളച്ച് വരികയാണ്. അപ്പോൾ കടുത്ത പോരാട്ടം, യഥാർത്ഥ ഒരു ഫോമിലല്ല ഇന്നലെ അർജന്റീന. ഡിഫൻസ് കുറച്ച് പാളിന്, അവിടെ മെസ്സി മാത്രം ഗോളുണ്ട്. അവിടെ പിന്നെ മാർട്ടിനസും ജൂനിയർ ആൽവാരസും ഫോമിലല്ല. അതുകൊണ്ട് ഇന്നലെ കടുത്ത പോരാട്ടം. ഒരു നൂൽപാലത്തിന് മൂസുട്ടിയാക്കി ഇന്ത്യ ഭാഗ്യം കൂടിയല്ലേ പറയാ, രക്ഷപ്പെട്ടതാണ്. മൂന്നാമത്തെ ഗോൾ ശരിക്കും ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ? അത് തീർച്ചയായിട്ടും ടൈം ബേക്കറിൽ പോയാൽ പോലും പക്ഷേ അർജന്റീന കീഴടക്കാൻ സാധ്യതയുണ്ട്. എമിലിയാനോ മാർട്ടിനസും പിന്നെ ഒസീഞ്ഞ് ഫോമിലാണ്. പക്ഷേ അർജന്റീന കിക്ക് പുറത്തേക്ക് പോയാൽ പോയില്ലേ, മാർട്ടിനസ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സമ്മർദ്ദത്തിലാണ് അർജന്റീന. അതുകൊണ്ട് ടൈം ബേക്കറിൽ പോയ കാര്യം കൈവിടും. ഒന്നാണ് മെസ്സിയെ സംബന്ധിച്ച് ടൈ ബ്രേക്കറുള്ള പോരാട്ടം എപ്പോഴും ഒരു സമ്മർദ്ദത്തിന്റെ. അത് മാത്രമല്ല, മെസ്സി മാത്രമല്ല, അർജന്റീന കളിക്കാരെ മൊത്തം നല്ല സമ്മർദ്ദത്തിലാണ്. അപ്പോൾ മാർട്ടിനസ് തടുത്താലും കളിക്കാരെ അടിപ്പിലും ഒസീഞ്ഞ വസാദിയ ഫോമിലാണ് പിന്നെ കേബർത്തന്റെ. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതൊരു പഴയ ആഫ്രിക്കൻ ടീം വരുമ്പോൾ അർജന്റീനക്ക് ഒരു വല്ലാത്ത കേബർത്തുമായിട്ട് അന്താരാഷ്ട്ര മത്സരം വളരെ കുറവാണ് കളിച്ചേ. ഇനിയിപ്പോ ഈജിപ്തുമായിട്ട് മരിക്കണേ, പിന്നെ കളിക്കണേ ബ്രസീൽ ബ്രിട്ടൻ സെമിയിൽ. ആ ഓലും ഈ അർജന്റീന അന്താരാഷ്ട്ര മത്സരം കളിച്ച പരിചയ സമ്പത്തുണ്ട്. അപ്പൊ എതിരാളികൾ പ്രശ്നമില്ല. ഇന്നലെ ഒരു തമ്മിൽ ഏറ്റവും കാരണം പുറത്തേക്ക് പോണ കളിയെ കളിച്ച് മെസ്സി ഡിഫൻസ് കുറച്ച് പാളി. അവിടെ പിന്നെ ലേണസ് കലോടി തന്ത്രസാരിയാണ്. ഇന്നലെ ചെറിയൊരു ഈജിപ്ത് ആഫ്രിക്കൻ ടീമിനാണ് ഈജിപ്ത്. പക്ഷെ എനിക്ക് കിടക്കും ഈജിപ്തിനും പറഞ്ഞു. ഈ കളി ജയിച്ചതോടെ വേറെ ഭീഷണികളൊന്നുമില്ല. ഒരു ഭീഷണിയില്ല. എന്നാലും ജയിക്കുന്ന എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം. വിറച്ചിട്ടാ ജയിച്ച് കളി ലേസർ പാട്ട്. ബ്രസീലിന്റെ കളിയൊക്കെ എങ്ങനെയാണ്? ബ്രസീലിന്റെ കളി ബ്രസീലൊന്നും എത്തൂല. പോർച്ചുഗലോ? പോർച്ചുഗലിന് സാധ്യതയുണ്ട്. പോർച്ചുഗലിന് പറഞ്ഞ ടീമിൽ സെറ്റില്ലല്ലോ. അവിടെ റൊണാൾഡോക്ക് അന്താരാഷ്ട്ര മത്സരത്തിൽ ലോക കിരീടം നേടിയില്ല. അവിടെ ഓല കോച്ച് പിന്നെ റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ബെൽജിയത്തിലെ കോച്ചാണ്. അതേമാതിരി പിന്നെ പോർച്ചുഗൽ അർജന്റീനയും ബ്രസീലും സെമിയിലും വിട്ടാണെങ്കിൽ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. അർജന്റീനയുടെ ആരാധകരാണ് കേരളത്തിൽ ഉടനീളമുള്ളത്. ഇന്ന് രാവിലത്തെ കളി എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തിൻ്റെ ഒരു കുന്തമുനലാണ്. അവസാന ശ്വാസം വരെ അർജന്റീന ആരാധകർ ശ്വാസം അടക്കി നിൽക്കുകയായിരുന്നു. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അർജന്റീനയുടെ ആരാധകർ അല്ലാത്തവരൊക്കെ പറയുന്നത് അർജന്റീന തോറ്റാ പിന്നെ വേൾഡ് കപ്പിൽ ആവേശമില്ല, പ്രത്യേകിച്ച് മലബാറിലെ ആവേശമില്ല. അതുകൊണ്ട് അർജന്റീനക്കെതിരായ ആരാധകരും ആ വിജയത്തെ ആഘോഷിക്കാനുണ്ടായത് അവസാനത്തിൽ. ഇന്നലത്തെ കളിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അടുത്ത കളിയിൽ ഇനി ഫോമിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും നല്ല ഫോമിലായിരിക്കും. നല്ല കളിയാണ് അർജന്റീന കളിച്ചത്. പക്ഷേ ബ്രസീൽ കപ്പ് നേടുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബ്രസീലും പക്ഷെ ഫ്രാൻസിന് മുമ്പിൽ പടാക്കാലും പ്രാർത്ഥിച്ചോട്ടെ. അർജന്റീനയും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും. ഫൈനലല്ലേ, എല്ലാവരും ഫൈനൽ തന്നെ മുട്ടണേ. എല്ലാവരും ഫൈനലിൽ തന്നെയാണ് മുട്ടണത്. ആ ഫൈനലിൽ മുട്ടാൻ അർജന്റീനയും തീരുമാനിക്കണം. എന്താണ് എങ്ങനെ പറയും? മെസ്സി തന്നെ കപ്പെടുക്കുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങൾ വളരെ സന്തോഷമാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക്, പഞ്ചായത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മത്സരം വലിയ സ്ക്രീനിൽ വീക്ഷിക്കാൻ ഉതകുന്ന ഒരു ഫാൻ സോൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിനൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞ പ്രേക്ഷകരായിരുന്നു, കാണികളായിരുന്നു. മഴ പോലും വകവെക്കാതെ, ആവേശം ഒട്ടും ചോരാതെ നാനാഭാഗത്തു നിന്നും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അർജന്റീന
ആരാധകരുടെ ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ നിരാശരാക്കാത്ത അവസാനം സുബൈർ പറയുന്നത് പോലെ ഒരു നൂൽപ്പാലത്തിലാണെങ്കിൽ കൂടി ഒട്ടും ഭംഗി ചോരാത്ത ആവേശം ചോരാത്ത ഒരു വിജയം അർജന്റീനയ്ക്ക് ഉണ്ടായി. അർജന്റീനയും അതുപോലെ തന്നെ പോർച്ചുഗലും ഇംഗ്ലണ്ടും ഒക്കെ യഥാർത്ഥത്തിൽ ഈ നോക്കൗട്ട് റൗണ്ടിൽ വലിയ ഒരു സമ്മർദ്ദങ്ങൾ താണ്ടിയാണ് വിജയം നേടിയിട്ടുള്ളത്. അവരൊക്കെ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങളെ ഫാൻസ് സോണും അടച്ചു പൂട്ടേണ്ടി വരുന്നു. ആവേശം മൊത്തം പോയല്ലേ? കളി കണ്ടോ? കളി അത്യാവശ്യം നല്ല പതറി. എന്നാലും അർജന്റീന പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കളി തിരിച്ചു പിടിച്ചു. കഴിച്ചിലാവും. കപ്പ് ഇപ്പോഴത്തെ സാധ്യത ഫ്രാൻസിനാണ് മുൻതൂക്കം കാണുന്നത്. ഫ്രാൻസ് കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ബ്രസീൽ ഒരിക്കലും കപ്പുണ്ടാവില്ല. അർജന്റീന തന്നെ കപ്പുണ്ടാവില്ല. ഇന്നിപ്പോ വിറച്ചല്ലേ ജയിച്ച്? കൊറേ പ്രശ്നങ്ങൾ കണ്ടില്ലേ? നമ്മളിനി ജയിക്കും. ഇനി കുഴപ്പമുണ്ടാവില്ല അല്ലേ? അർജന്റീനയാണ്, അർജന്റീന കട്ട ഫാനാണ് അല്ലേ? എന്താണ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പരുവത്തിൽ? റൗണ്ട് ഓഫ് 16 ഏകദേശം മുഴുവൻ വലിയ വലിയ ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും മത്സരം ഭയങ്കര ആവേശത്തിലേക്ക് തന്നെ പോകാൻ പോകുന്നത്. നല്ലൊരു ഫൈനലും സെമി. ഫ്രാൻസ്, ബ്രസീലിന് ചാൻസ് കുറവാണ്. എന്നാലും അർജന്റീന, ബ്രസീൽ, ബെൽജിയം അങ്ങനത്തെ ടീമൊക്കെ വരുന്നുണ്ട്. ഏതായാലും നല്ലൊരു ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ട് ഫാനാണ്. കുറെ കാലമായിട്ട് ഇംഗ്ലണ്ട് ഫാനാണ്. എല്ലാ നാട്ടിലും ഇംഗ്ലണ്ട് ഫാൻസ് വളരെ കുറവായിരിക്കും. ബാൽക്കാടൊക്കെ തന്നെയാണ്. പക്ഷെ ഉള്ളവർ ഭയങ്കര കട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളാണിപ്പോൾ ഈ ഫാൻ സോണിൽ ഈ പായസം മറ്റും കഴിഞ്ഞ കളിക്ക് ഞങ്ങൾ പായസ വിതരണം നടത്തിയിരുന്നു. കളി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പായസം അത്രയും കോൺഫിഡൻറ്റിലാണ് നമ്മൾ കളി കണ്ടത്. അതൊരു ആവേശമായിട്ടൊരു മത്സരം ആൾക്കാരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ ഇംഗ്ലണ്ട് സാധിച്ചു. അടുത്ത കളി ഇംഗ്ലണ്ട് മെക്സിക്കോനോടെ വരുന്നത്. അത് മെക്സിക്കോനെ തോൽപ്പിച്ച് ഞങ്ങൾ ക്വാർട്ടറിൽ ബ്രസീലായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങളുള്ളത്. എന്താണ് പക്ഷേ എല്ലാവരും പറയുന്നത് ഒരു ഒത്തുണക്കത്തോടെ കളിക്കുന്നില്ല? അതെ, ഇംഗ്ലണ്ടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എന്നും ഒരു അൺലക്കി ടീമാണ്. നിർഭാഗ്യം എന്നുള്ള ഫാക്ട് എപ്പോഴും ഇംഗ്ലണ്ട് ടീമിന് ഉണ്ടാവാറുണ്ട്. പ്ലേയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും മറ്റു ലീഗിലെയും നല്ല മികച്ച പ്ലേയേഴ്സാണ് ഇംഗ്ലണ്ടിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഒരു ക്ലബ്ബുകൾ തമ്മിലുള്ള കോംപ്ലക്സ് അവരുടെ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ അവർ തമ്മിൽ ഒരു ഒത്തുണക്കത്തോടെ കളിച്ചാൽ ഇംഗ്ലണ്ടിന് എന്തായാലും കപ്പടിക്കാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അർജന്റീനയും ബ്രസീലൊന്നും ഒന്നുമല്ല, അത് പാരമ്പര്യം പറഞ്ഞ് നടക്കുന്ന അർജന്റീനയും ബ്രസീലും അല്ല. ഇപ്പം ഇംഗ്ലണ്ടാണ് ഇപ്പം ട്രെൻഡായി നടക്കുന്നത്. ഇംഗ്ലണ്ട് അടിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അർജന്റീന അടിക്കും. അത് ഫൈനലിൽ 2022 പോലെ ഫ്രാൻസ് ആയിട്ട് അർജന്റീന ഫ്രാൻസ് ഏറ്റുമുട്ടും ഫൈനലിൽ. അവസാനിപ്പിക്കാം. എങ്ങനെയാണ് സെമി ഫൈനൽ? ഇംഗ്ലണ്ട് അറിഞ്ഞു 66ലാണ് ഇംഗ്ലണ്ട് ലോക കിരീടം നേടുന്നത്. ഇതുവരെ ഒരു കിരീടം പിന്നെ നേടാൻ കഴിയാത്ത ടീമാണ് ബ്രിട്ടന്. ഭാഗ്യദോഷമുള്ള നല്ല ടീമാണ്, ഭാഗ്യദോഷമുള്ള ടീമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇപ്രാവശ്യം സെമി ഒന്ന് ഫ്രാൻസ് ഉണ്ടാവും. ഞാൻ അർജന്റീനക്കാരനായിട്ട് പറയാനില്ല, അർജന്റീന ഫോമിലേക്ക് എത്തും. അല്ല, ഇന്നത്തെ കളി നോക്കണ്ട, ഒരു തമ്മിൽ പരസ്പരം കളിച്ചാൽ വലിയ ബന്ധമില്ല. അതോട് കുടുക്കിപ്പോയാൽ ഒന്നുണ്ടാവും. ഒന്ന് പിന്നെ ബലുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രാൻസെ പറഞ്ഞല്ലോ, അർജന്റീന പറഞ്ഞു, അതുപോലെ ഇംഗ്ലണ്ട്, പിന്നെ കുറഞ്ഞ ഫോമിലാണ് ബെൽജിയം. കുറച്ച് വീക്കുണ്ട് നോക്കാം. സ്പെയിനേ അല്ല നാലുണ്ടാവുള്ളൂ. സ്പെയിൻ യഥാർത്ഥ ഫോം കാണില്ല. ഇപ്പൊ ഫസ്റ്റത്തെ കളിഞ്ഞിപ്പോ പോർച്ചുഗലായിട്ട് കളിക്കാറുണ്ട്. യമാലിന്റെ കൂടെ കളിക്കാൻ വില്യംസിന് എന്താ പരിക്ക് കുടുങ്ങിയോണ്ട് കൂട്ടുകെട്ടാണ് ലോകകപ്പ് യോഗ്യത നേടിക്കൊടുത്ത് വില്യംസ് യമാലും. അപ്പൊ വില്യംസ് വരണം, ജമാൽ യഥാർത്ഥ ഫോമിലാ. വില്യംസ് ഇറങ്ങണം. ലൂയിസ് ഡെലഫോർഡാറിന്റെ കോച്ച് ഞങ്ങനെ ചെയ്യുന്നറിയില്ല. സ്പെയിനിൽ എഴുതി തള്ളിയല്ല. ഞങ്ങൾ ഏതായാലും ഉണ്ടാവും. കിട്ടുവാക്കണം. കളി കഴിഞ്ഞ പ്രാവശ്യം എക്സ്ട്രാ ടൈമില് പിന്നെ സമനില പിന്നെ കിട്ടിയില്ല. ബേജാറായി. ഫോൺ അപ്പൊ ഊസല മുഴക്കാൻ എന്താണെങ്കിലും ഇവരൊക്കെ അർജന്റീനയുടെ വിജയരാവാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഇംഗ്ലണ്ടുകാരും ബ്രസീലുകാരും തയ്യാറല്ല. നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ളത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം സിബി അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.